إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഏറെ മഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കും, അവർ ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ചിന്ത എന്നുള്ളത് അവനെ സൃഷ്ടിച്ച, അവനെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചായിരിക്കണം. നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുതന്നെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നതും. ഫദ്കുറൂനി അദ്കുറുക്കും, വിശ്വാസികളെ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ കുറിച്ചും ഓർക്കാം, നിങ്ങളെയും പരിഗണിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്നാണ്. അത് പറഞ്ഞ ശേഷം
തൊട്ടടുത്ത വാചകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത് വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നത് വലിയ കാര്യമാണ്. അങ്ങനെ അല്ലാഹുവിനെ ഓർക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അവസാന നാളുകളിൽ രോഗശയ്യയിൽ കിടപ്പിലാണ് പ്രവാചകൻ. പള്ളിയിൽ പോകാൻ കഴിയാതെ സങ്കടപ്പെടുന്ന പ്രവാചകന്റെ അവസ്ഥകളെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഇന്നലിൽ മൗതി സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞു വേദനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന്, തന്റെ സമുദായത്തിന് അവസാനമായി നൽകിയ 2 ഉപദേശങ്ങളിൽ ഒന്ന് നമസ്കാരത്തെ പറ്റിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പ്രവാചകനിലേക്ക് ചേർത്തുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഉമ്മത്തി, എന്റെ സമുദായമേ, അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പിഴവുകൾ കാണിക്കരുത്, നമസ്കാരത്തെ ഗൗരവത്തോടു കൂടി കാണണമെന്നും ആ അവസ്ഥയിൽ പോലും, ആ അവസരത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള, അത്രത്തോളം ഗൗരവമുള്ള ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആരാധനയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും നമസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന ചോദ്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല ഉത്തരമാണ്, ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വായു എന്ന ഘടകം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. ഒരിക്കൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാക്രമം ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാക്രമമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാക്രമമാണ് നമസ്കാരം. എന്നാൽ ഈ നമസ്കാരം എന്ന ആരാധനാക്രമം നാം വിചാരിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തുടങ്ങിയ ഒന്നല്ല. മറിച്ച് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ നമസ്കാരങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. സക്കരിയ നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ മലക്കുകൾ വിളിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ മറ്റൊരാരാധനില്ല, എന്റെ സ്മരണയ്ക്ക് വേണ്ടി നീ നമസ്കാരം നിലനിർത്തുക എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. സൂറ ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്ത്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എൻ്റെ റബ്ബേ, എന്റെയും എൻ്റെ സന്താനങ്ങളുടെയും പ്രാർത്ഥനകൾ, നമസ്കാരം നീ സ്വീകരിക്കണമേ, നമ്മളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നമസ്കാരങ്ങൾ നമ്മുടെ നമസ്കാരത്തിന്റെ രൂപത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമസ്കാരം എന്ന ആരാധനാകർമ്മം കേവലം 1400 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒന്നല്ല എന്നും ഇസ്ലാമിന്റെ പ്രാരംഭകാലം തൊട്ട് തന്നെ തുടർന്നു പോരുന്ന എന്നാണെന്ന് നമുക്ക് ചരിത്രങ്ങളിൽ വായിച്ചെടുക്കുവാൻ സാധിക്കും. നമസ്കാരം എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൂടാൻ കഴിയാത്ത ഒരു ആരാധനാകർമ്മമാണ്. മറ്റേത് ആരാധന എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇസ്ലാമിന് അതിലെല്ലാം ഇളവുണ്ട്. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങി എല്ലാം തയ്യാറായി നിന്നു. എന്നാൽ റമദാനിന്റെ തലേ ദിവസം നമുക്ക് രോഗം പിടിപെട്ടു. എന്നാൽ ആ റമദാനിൽ നമുക്ക് നോമ്പ് നിർബന്ധമില്ല, നമ്മൾ ആ നോമ്പ് നോറ്റി വീട്ടിയാൽ മതി. അതുപോലെ തന്നെയാണ് ഹജ്ജിന്റെ വിഷയവും. എപ്പോഴാണോ നമ്മുടെ രോഗം മാറുന്നത്, എപ്പോഴാണോ നമുക്ക് സാമ്പത്തികമായി ഉന്നതി പ്രാപിക്കുന്നത്, എന്നാൽ മാത്രം അടുത്ത തവണ ഹജ്ജിന് പോയാൽ മതി. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എത്ര വയ്യാത്തവനാണെങ്കിലും അവൻ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നമസ്കരിക്കണമെന്നും ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്നെങ്കിലും നമസ്കരിക്കണമെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം കേട്ടവരാണ് നമ്മൾ. ആ മിഅ്റാജ് വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടൊരു കാഴ്ചയുണ്ട്. 2 ആളുകൾ നിൽക്കുകയാണ്. അതിലൊരാളുടെ കയ്യിൽ വലിയ പാറക്കഷ്ണമുണ്ട്. അയാൾ ആ കല്ലുകൊണ്ട് മറ്റേയാളുടെ തല കാഞ്ഞടിക്കുകയാണ്.
അയാളുടെ തല പൊട്ടിപ്പിളർന്ന് രക്തം വാർന്നൊലിക്കുകയാണ്. അയാൾ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ട് ഇത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുകയാണ്, മൻ ഹാദാ വമാ ഹാദാ, ആരാണിത്, എന്താണിത്? ഭീകരമായ നരകശിക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ഭീകരമായ പീഡനങ്ങൾ അനുഭവിക്കാൻ അയാൾ എന്താണ് ചെയ്തത്? അയാൾ മുസ്ലിം ആയിരുന്നു, മോഹിദായിരുന്നു. എന്നാൽ നമസ്കാരത്തെ ഒഴിവാക്കുകയും ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്ത ആളുകളായിരുന്നു. അവർ നമസ്കരിക്കും, എന്നാൽ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ അവർ നമസ്കാരം ഒഴിവാക്കും. അത്തരം ആളുകൾ ഓർക്കേണ്ടത് ഭീകരമായ നരകശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും എന്തെല്ലാം രോഗങ്ങൾ വന്നാലും നമസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക. ഓരോ നമസ്കാരത്തിനും കൃത്യമായ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ആരാധനാക്രമമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. എന്നാൽ നമ്മിൽ പല ആളുകളും നമുക്ക് തോന്നുമ്പോൾ മാത്രം നമസ്കരിക്കുന്ന ആളുകളാണ്. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ മാത്രം നമസ്കരിക്കുന്ന ആളുകളാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? നമ്മുടെ നമസ്കാരത്തിന് യാതൊരു തടസ്സവും പാടില്ല. നമ്മുടെ സമ്പത്ത് തടസ്സമാവാൻ പാടില്ല, നമ്മുടെ സന്താനങ്ങൾ തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെ തൊട്ട് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിലാണ് നമസ്കാരം. ദിക്റുള്ളയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമസ്കാരമെന്നും ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ആ നമസ്കാരത്തെ തൊട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്മരണയെ തൊട്ട് നമ്മളുടെ സമ്പത്തോ നമ്മുടെ കച്ചവടമോ നമ്മുടെ സന്താനങ്ങളോ നമുക്ക് തടസ്സമാവാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും തടസ്സമാവുന്നുണ്ടെങ്കിൽ അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണെന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിതാബൻ മൗഖൂത എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, ഇന്നലിസ്വലാത്തി വഖ്തുൻ കവഖ്തിൽ ഹജ്ജ്. ഹജ്ജ് നിർവഹിക്കാൻ കൃത്യമായ സമയമുള്ളതുപോലെ തന്നെ ഓരോ നമസ്കാരത്തിനും കൃത്യമായ സമയമുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ഹജ്ജ് ദുൽഖഅദിലോ റജബിലോ ശവ്വാലിലോ നിർവഹിച്ചാൽ ശരിയാവുകയില്ല. അതുപോലെ തന്നെയാണ് നമസ്കാരവും. ഫജ്ർ നമസ്കാരം ളുഹറിന്റെയോ ളുഹായുടെയോ സമയത്ത് നിർവഹിച്ചാൽ ശരിയാവുകയില്ല. അതിന്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണമെന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ, പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെയാണ് സുബ്ഹിയുടെ സമയം എന്നറിയാത്തവരല്ല ഞാനും നിങ്ങളും. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും അവർക്ക് വേണ്ടുവോളം ഉറങ്ങിയതിനു ശേഷം എണീറ്റ് നമസ്കരിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾ ഓർക്കേണ്ടത് ഭീകരമായ നരകശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ഓരോ നമസ്കാരത്തിനും കൃത്യമായ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് സമയമുള്ളതുപോലെ തന്നെ ദുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇനും കൃത്യമായ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയല്ലാത്ത നമസ്കാരം, നമുക്ക് തോന്നിയതുപോലെയുള്ള നമസ്കാരം, അത് അല്ലാഹുവിന് വേണ്ട. ആ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ അടയാളം എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ ഒരു അടയാളമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവരുടെ അസർ നമസ്കാരത്തിന്റെ രൂപത്തെ പറ്റിയാണ്. അസർ നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ അവർ ആ അസർ നമസ്കാരത്തെ പിന്തിപ്പിച്ച് അസർ നമസ്കാരത്തിന്റെ അവസാന സമയമാകുമ്പോൾ കോഴി പാത്രത്തിൽ നിന്ന് അരിമണി കുത്തുന്നത് പോലെ ആയിരിക്കും അവരുടെ നമസ്കാരങ്ങളും അവരുടെ സുജൂദുകളും. അവരാ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയില്ല. ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ അവർ ആ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയില്ല എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുനാഫിക്കുകളുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുനാഫിക്കുകൾ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, അവർ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഖാമൂ കുസാല, മടിയന്മാരായിക്കൊണ്ടായിരിക്കും, അലസന്മാരായിക്കൊണ്ടായിരിക്കും മുനാഫിക്കുകളായ ആളുകൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുക എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന്റെ കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഘോരമായ ശബ്ദം കേട്ടു, ഒരു വലിയ ശബ്ദം കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സ്വഹാബത്തിനോട് എന്താണ് ആ ശബ്ദമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവരില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു കല്ലാണ്, ഒരു കല്ല് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ ആ കല്ല് 70 വർഷമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടി പോയി പതിച്ചത്. 70 വർഷത്തെ വഴിദൂരമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നരകം. ആ നരകത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ജുമുഅക്ക് വന്നത്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. എന്നാൽ ആ നരകത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമസ്കാരത്തെ അലസതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മൾ മുനാഫിഖീങ്ങളിൽ പെട്ടുപോകും. നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മളിലുണ്ട്. നമ്മൾ നരകത്തിന്റെ അടിത്തട്ടായിരിക്കും നമ്മുടെ വാസസ്ഥലമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ നമസ്കാരമുള്ള ആളുകളെയാണ് മുസ്ലിമായി പരിഗണിക്കുന്നത്. നമ്മുടെ പേരോ നമ്മുടെ താടിയോ നമ്മുടെ വസ്ത്രമോ അല്ല നമ്മെ മുസ്ലിമാക്കുന്നത്, മറിച്ച് നമ്മുടെ നമസ്കാരമാണ്. നമസ്കാരമില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടെങ്കിലും, എത്ര സക്കാത്ത് കൊടുത്തവരാണെങ്കിലും, എത്ര ഹജ്ജ് ചെയ്തവരാണെങ്കിലും അവരെ ഒന്നും ഇസ്ലാം മുസ്ലിമായി പരിഗണിക്കുന്നില്ല. നമസ്കാരക്കാരെ കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാം അഖിമിസ്സല, നമസ്കാരം നിലനിർത്തുക എന്നാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചല്ല. 5 വക്ത് നേരത്തെ നമസ്കാരമുണ്ടോ, ആ 5 വക്തും അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കുന്ന ആളുകളെയാണ്, നമസ്കാരം നിലനിർത്തുന്ന ആളുകളെയാണ് ഇസ്ലാം മുസ്ലിമായി പരിഗണിക്കുന്നത്. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഫമൻ തറക്കഹ, അതാരെങ്കിലും ഒഴിവാക്കിയാൽ, അതാരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് കഫർ, അവൻ അവിശ്വാസിയായി. മനഃപൂർവ്വം ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ അവിശ്വാസികളിൽ പെട്ടുപോകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ച് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സുബ്ഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ അബൂ ലുഅ്ലു അൽ മജൂസി എന്ന് പറയുന്ന ഒരു മജൂസിയായ വ്യക്തി പിന്നിൽ നിന്ന് കത്തികൊണ്ട് കുത്തി വീഴ്ത്തുകയാണ്. രക്തം വാർന്നൊലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോധം പോവുകയാണ്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിച്ചത് ആരാണ് എന്നെ കുത്തിയത് എന്നല്ല, പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വെച്ച് ആരാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ആദ്യമായി ചോദിച്ചത്, മറിച്ച് അസല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്നായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിച്ചത് എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം ജീവനേക്കാളേറെ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന മനുഷ്യനായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ, നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണം എന്താ? ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ നമസ്കാരത്തെ കുറിച്ചാണ്. ഇഹലോക ജീവിതത്തിൽ 20, 30, 40 വർഷം ജീവിച്ചിട്ട് ഒരുപാട് അമലുകളുമായിട്ടായിരിക്കും നമ്മൾ പരലോകത്ത് ഹാജരാവുക. ആ അമലുകളുടെ കൂട്ടത്തിൽ ഒരുപാട് അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകും, ഒരുപാട് ഭൗതികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വെച്ച് നമ്മുടെ നമസ്കാരത്തെ പറ്റിയാണ്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു, അവന് പിന്നീടുള്ള വിചാരണകൾ എളുപ്പമായിരിക്കുകയില്ല. നമ്മൾ 2, 3 ലക്ഷം ചെലവഴിച്ച് നമ്മൾ ചെയ്ത ഹജ്ജിനെ പറ്റിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പരലോകത്ത് വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യുന്നത്. വിശപ്പ് സഹിച്ച് യാതനകൾ സഹിച്ചുകൊണ്ട് നമ്മൾ നോറ്റുവീട്ടിയ നോമ്പിനെ പറ്റിയല്ല പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സക്കാത്തിനെ പറ്റിയല്ല
പരലോകത്ത് വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ നമസ്കാരത്തെ പറ്റിയാണ്. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും വിജയിച്ചാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു. അവന് പിന്നീടുള്ള വിചാരണകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അവന് പിന്നീടുള്ള ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. എന്നാൽ ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു. അവന് പിന്നീടുള്ള വിചാരണകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുകയില്ല. അവന് പിന്നീടുള്ള ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സ്മരണയാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കി. നമസ്കാരം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു തിരക്കുകളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നാണ്. നമസ്കാരത്തിന് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എത്ര വയ്യാത്തവനാണെങ്കിലും അവൻ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയതാണ്. അങ്ങനെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കാറുള്ളത് നമ്മുടെ നമസ്കാരത്തിലാണ്. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ച് പ്ലാൻ ചെയ്യാറുള്ളത് നമ്മുടെ നമസ്കാരത്തിലാണ്. എന്നാൽ നമസ്കാരക്കാർക്ക് നാശമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തൻ്റെ മേൽ നമസ്കാരം നിർബന്ധമാണെന്ന് അറിഞ്ഞിട്ടും നമസ്കാരത്തെ അശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? വല്ല ജോലി തിരക്കിലോ അല്ലെങ്കിൽ വല്ല യാത്രയിലോ ആണ് നമ്മളെങ്കിൽ കസറാക്കാമെന്ന് ഇളവുണ്ടായിട്ടും നമസ്കാരം വേണ്ടെന്ന് വെക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? നമ്മുടെ കുടുംബത്തിൽ വല്ല കല്യാണവും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ നമസ്കാരമായിരിക്കും. എന്നാൽ നമസ്കാരക്കാർക്ക് നാശമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയോടുകൂടി നമസ്കാരത്തെ നോക്കിക്കാണുന്ന ആളുകൾ നാശത്തിലാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജറോടോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളോടോ ആണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ സംസാരിക്കുക. എന്നാൽ നമ്മുടെ സൃഷ്ടാവുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണ് നമസ്കാരം. എന്നിട്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ആ നമസ്കാരത്തിൽ അശ്രദ്ധരാവുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം ഒരു വിശ്വാസിയെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നമസ്കാരം കൊണ്ട് വല്ല തിന്മയിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് സുബ്ഹി നമസ്കരിച്ച ആളുകളാണ്. ആ സുബ്ഹി നമസ്കാരം കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ വല്ല തിന്മയിൽ നിന്നും മാറി നിൽക്കുവാൻ എന്റെ നമസ്കാരം എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണ്. ഈ വിഷയത്തിലാണ് സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റാറുള്ളത്. നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമസ്കാരത്തെ ഒന്നുകൂടി നന്നാക്കി കളയും നമ്മൾ ആ നമസ്കാരത്തെ. എന്നാൽ കേവലം 5 മിനിറ്റ് നേരം നമ്മെ ശ്രദ്ധിച്ച ഒരാൾക്ക് വേണ്ടി നമ്മുടെ നമസ്കാരത്തെ നമ്മൾ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നിരന്തരമായി നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് ആ തഖ്വ കൊണ്ടുവരാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് ആ തഖ്വ കൊണ്ടുവരാൻ സാധിക്കാത്തത്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലോകമാന്യത നടിക്കുന്ന ആളുകൾക്ക് നാശമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. 20, 30, 40 വർഷമായി നമ്മൾ നമസ്കരിക്കുവാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇപ്പോഴും നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലാൻ അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
അത്തഹിയാത്തിൽ എന്താണ് ചൊല്ലേണ്ടത് എന്നറിയാത്ത ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അറിയാത്ത ആളുകൾ, സുജൂദിലും റുകൂഇലും എന്താണ് ചൊല്ലേണ്ടതെന്ന് അറിയാത്ത മുഅ്മിനീങ്ങൾ നമുക്കിടയിലുണ്ട്. ഇത്രയും കാലമായിട്ട് നമസ്കാരത്തെ ഒന്ന് പഠിക്കുവാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഓരോ വിഷയങ്ങളെ കുറിച്ചും പഠിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സഹോദരൻ ഇപ്പോൾ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ക്ഷമിക്കുവാനുള്ള സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ارحمهما كما ربيانا صغيرا. ربنا ارحمهما كما ربيانا صغيرا. ربنا ارحمهما كما ربيانا صغيرا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم تقبل منا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.